ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. 1 രാജാക്കന്മാർ 22-ാം അധ്യായം അവസാനത്തെ അധ്യായത്തിൽ ആഹാബ് രാജാവിൻ്റെ മരണം നമ്മൾ അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അഗസ്യാവ് രാജാവാവുകയാണ്. രാജാവായ സമയത്ത് അദ്ദേഹം ഒരു ദിവസം മട്ടുപ്പാവിൽ നിന്ന് താഴെ വീഴുകയും കിടപ്പിലായി പോവുകയും ചെയ്തു. അപ്പോൾ താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ, ജീവിക്കുമോ, അതോ താൻ മരിച്ചു പോകുമെന്നറിയാൻ വേണ്ടി തൻ്റെ ഭൃത്യന്മാരെ എക്രോനിലെ ദേവനായ ബേൽസ്ബാബുവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ തന്നെ, ആഹാബൊക്കെ ചെയ്തതുപോലെ തന്നെ യഹോവയായ ദൈവത്തിൻ്റെ ശക്തി ആവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടും ബിംബാരാധനയിലേക്കും മറ്റു ദൈവങ്ങളിലേക്കും അവർ ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നു, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടാണോ ഇവർ ബേൽസെബൂബിൻ്റെ അടുത്തേക്ക് ഇവർ പോകുന്നത്? അപ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാർ ഒക്കെ വന്ന് ഏലിയാവിനെ കാണുകയും ഏലിയാവ് അവരോട് ഇതേ ചോദ്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ വന്നു പറഞ്ഞു, ഏലിയാവ് അവരോട് പറഞ്ഞു, യഹോവ അരുളി ചെയ്യുന്നു, അവൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല, അവൻ മരിച്ചു പോകും. അപ്പോൾ രാജാവിൻ്റെ ഭൃത്യന്മാർ വന്ന് രാജാവിനെ അറിയിക്കുന്നുണ്ട്, താങ്കൾ മരിച്ചു പോകുമെന്നാണ് ആ ഒരു പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ആ പ്രവാചകൻ ആരാണ്? അവർക്ക് ഇദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞുകൂടെ. അദ്ദേഹം പറഞ്ഞു, രോമക്കുപ്പായം ധരിച്ച ഒരാളും തുകൽ കൊണ്ടുള്ള ബെൽറ്റ് അരയിൽ കെട്ടിയ ഒരാളുമാണ്. അപ്പോൾ തന്നെ അഗസ്യാവിന് കാര്യം മനസ്സിലായി, അത് ഏലിയ പ്രവാചകനാണ്. കാരണം തൻ്റെ അപ്പൻ്റെ അടുത്ത്, ആഹാബിൻ്റെ അടുത്ത് ഏലിയാവ് വന്ന കാര്യവും സംസാരിച്ച കാര്യമൊക്കെ അഗസ്യാവും കണ്ടിട്ടുണ്ടല്ലേ, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി ഇത് ഏലിയാവാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം എന്തു ചെയ്തു? ഏലിയാവിനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഒരു സേനാനായകനെയും 50 പേരെയും ആദ്യം അയക്കുകയാണ്. ഏലിയാവ് ഒരു മലമുകളിലായിരിക്കുന്നു. ഏലിയാവിനോട് അദ്ദേഹത്തിന് വെറുപ്പാണ്. അപ്പം അദ്ദേഹത്തെ എങ്ങനെയും വധിക്കണം. അതിനുവേണ്ടിയാണ് ആളെ പറഞ്ഞു വിടുന്നത്. അവർ ചെന്ന ഉടനെ അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ സേനാനായകനും 50 പേരും അവിടെ മരിച്ചു പോവുകയാണ്. അതറിഞ്ഞ അഗസ്യാവ് രണ്ടാമത് വേറൊരു ഗ്രൂപ്പിനെ അതുപോലെ തന്നെ അയക്കുന്നു, 50 പേരെ അയക്കുന്നു. അവരെയും ഏലിയാവ് അങ്ങനെ അഗ്നി ഇറക്കി അവരും അങ്ങ് മരിച്ചുപോയി. അതുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, പാഠം പഠിക്കാത്ത അഗസ്യാവ് മൂന്നാമത് മറ്റൊരു കൂട്ടരെ അയക്കുകയാണ്, ഒരു സേനാനായകനെയും 50 പേരെയും. ഇതിനു മുമ്പ് പോയ ആ 2 കൂട്ടരും മരിച്ചു പോയതുകൊണ്ട് ഇതിൻ്റെ സേനാനായകൻ ഏലിയ പ്രവാചകനോട് അപേക്ഷിച്ചു, ഞങ്ങളെ നീ നശിപ്പിക്കരുത്, നീ വന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് കാര്യം പറയണം. അപ്പോൾ യഹോവയായ ദൈവം ഏലിയാവോട് പറഞ്ഞു, നീ ഇവരോട് പോവുക. അങ്ങനെ ഏലിയാവ് അഗസ്യാവിൻ്റെ അടുത്ത് ചെല്ലുകയും അഗസ്യാവിനോട് നേരിട്ട് കാര്യം പറയുകയും ചെയ്തു, നീ രക്ഷപ്പെടുകയില്ല, നീ മരിച്ചു പോകും. കാരണം നീ ബേൽസാബുവിനെ ആരാധിക്കാൻ വേണ്ടി പോയി, അവനോട് ആലോചന ചോദിക്കാൻ പോയി എന്നുള്ളതാണ് നിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത്. യഹോവയായ ദൈവം ഇസ്രായേലിനോട് തലമുറകളായി പറയുന്നൊരു കാര്യമാണ്, സത്യദൈവത്തെ വിട്ട് നിങ്ങൾ അന്യദൈവങ്ങളുടെ പിന്നാലെ പോകരുതെന്ന്. എന്നാൽ പിന്നീട് വന്ന രാജാക്കന്മാരൊക്കെ അത് ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം ജാതികളുമായി ഇടകലർന്ന് ജീവിക്കുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ പലപ്പോഴും ആ സത്യവിശ്വാസം അവർ പരിത്യജിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അതിനുശേഷം അഗസ്യാവ് മരിച്ചു പോകുന്നതായി നമ്മളിവിടെ വായിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ.
നമ്മുടെ കർത്താവിൻ്റെ ക്രൂശാരോഹണം മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് യെരൂശലേമിലേക്ക് നടത്തുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ 2 ദിവസം സമരിയാക്കാരുടെ ദേശത്ത് താമസിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചു. കാരണം തൻ്റെ ശുശ്രൂഷ കാലയളവിൽ തനിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഒരു സ്ഥലമാണ് സമരിയ സ്ത്രീയുടെ സാക്ഷ്യം മുഖാന്തരം ആ ഗ്രാമം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടതാണ്. ക്രിസ്ത്യാനി അല്ലെങ്കിൽ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചവരാണ്. ആ സംഭവങ്ങളൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ കർത്താവിൻ്റെ അതുകൊണ്ട് തൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ യാത്രയാണല്ലോ ഇത്. അതുകൊണ്ട് 2 ദിവസം അവളുടെ താമസിക്കാൻ കർത്താവിന് ആഗ്രഹിച്ചു. ആ ദേശത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞ വിത്ത് വിതച്ച ഉടനെ തന്നെ കൊയ്യാൻ പാകമായ പാടം എന്ന് പറഞ്ഞത് ആ ദേശത്തെക്കുറിച്ചാണ്. പക്ഷെ അവർ ഈ യാക്കോബിനെ യോഹന്നാനെ അയച്ചു. യാക്കോബും യോഹന്നാനും ചെന്ന് അവരോട് പറഞ്ഞു, കർത്താവ് യെരൂശലേമിലേക്ക് പോവുകയാണ്, 2 ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവരുടെ വർഗീയ വിദ്വേഷം വീണ്ടും അവിടെ ഉടലെടുത്തു. കാരണം യഹൂദന്മാരും ശമര്യരും തമ്മിൽ ശത്രുതയിലാണെന്ന് നമുക്കറിയാമല്ലോ. അവർ സമ്മതിച്ചില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും വന്ന് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവെ, പണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന്. ഈ സംഭവമാണ് അവർ യേശുവിനോട് ചോദിക്കുന്നത്. ഏലിയാവ് ഇപ്പോൾ ചെയ്ത ഈ 2 കൂട്ടരെ അഗ്നി ഇറക്കി നശിപ്പിച്ച സംഭവം. അതുപോലെ തന്നെ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ബാലിൻ്റെ പുരോഹിതന്മാരുമായി താൻ യാഗമർപ്പിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലിയൊക്കെ ദഹിപ്പിച്ചതും അറിയാം. എന്നാൽ ഇവിടെ ഈ 2 കൂട്ടരെ 2 ഗ്രൂപ്പ് ആൾക്കാരെ ഏലിയാവിൻ്റെ പ്രാർത്ഥന മുഖാന്തരം അഗ്നി ഇറങ്ങി നശിപ്പിച്ചു. അതാണ് അവർ യേശുവിനോട് ചോദിക്കുന്നത്, ഞങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ വായിക്കുന്നു, കർത്താവ് തിരിഞ്ഞ് അവരെ ശാസിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ നിങ്ങളുടെ മേൽ പകർന്നത് പ്രതികാരത്തിൻ്റെ ആത്മാവിനെയല്ല. പഴയ നിയമത്തിൽ പൊതുവേ നമ്മൾ കാണുന്നത് പകരത്തിന് പകരം എന്നുള്ളതാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു നമ്മെ പഠിപ്പിച്ചതും വാഗ്ദത്തം ചെയ്തതും ഭൂമിയിൽ വന്നതുമായ പരിശുദ്ധാത്മാവ് പകരത്തിന് പകരം ചെയ്യുന്നതല്ല, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഉദാത്തമായ ഒരു വലിയ ആത്മാവാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ വർഷിച്ച ആത്മാവ് ആ പരിശുദ്ധാത്മാവാണ്. അതിന് പ്രതികാര ബുദ്ധിയില്ല. മനുഷ്യപുത്രൻ വന്നത് മനുഷ്യൻ്റെ ജീവനെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനത്രേ വന്നത് എന്ന് പറഞ്ഞ കർത്താവോട് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുക, നമ്മിൽ വസിക്കുന്ന ആത്മാവ് ഏതാണ്? പല ആളുകളും നമുക്കെതിരാകുമ്പോൾ, നമ്മുടെ ആശയത്തോട് യോജിക്കാതെ വരുമ്പോൾ അവരൊക്കെ നശിച്ചു പോകണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അങ്ങനെ പറയാറുമുണ്ട്. അങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ മനസ്സിലാക്കുക, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, പ്രതികാരത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് നൽകിയത് ആ സഹനത്തിൻ്റെ ആത്മാവിനെയാണ്, സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. ആ ആത്മാവിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്കിടയാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.